ഹായ് എല്ലാവർക്കും നമസ്കാരം. GK സിംപ്ലിഫൈഡിന്റെ പുതിയൊരു സെഷനിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. IBSA ഇന്റർവ്യൂവിന് നിങ്ങളെ പ്രിപ്പയർ ചെയ്യിപ്പിക്കുന്ന കുറച്ച് വീഡിയോസ് നമ്മൾ ചെയ്തിരുന്നു. ആ സീരീസിലെ അവസാനത്തെ വീഡിയോ ആണിത്, എ കംപ്ലീറ്റ് ഗൈഡ് ഫോർ ദ IBSA ഇന്റർവ്യൂ. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, ഇന്റർവ്യൂവിന് മുന്നേ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, ഇന്റർവ്യൂ പാനൽ എങ്ങനെയായിരിക്കും, എന്തൊക്കെ എക്സ്പെക്ട് ചെയ്യാം, ഇന്റർവ്യൂവിന്റെ സമയത്ത് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് തുടങ്ങിയ എൻ്റെ പേഴ്സണലുള്ള അനുഭവങ്ങൾ, അതുപോലെ കഴിഞ്ഞ തവണത്തെ IBSA ഇന്റർവ്യൂവിൽ എനിക്ക് പരിചയമുള്ള കുറേ കുട്ടികളുടെ എക്സ്പീരിയൻസ്, IBSA ഇന്റർവ്യൂവിൽ അപ്പിയർ ചെയ്ത് ജോലിക്ക് കയറിയ എൻ്റെ കുറച്ച് സുഹൃത്തുക്കളുടെ എക്സ്പീരിയൻസ്, ഇതെല്ലാം കൂടെ ചേർത്തിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഇത് കൂടാതെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോയുടെ താഴെ കമൻ്റ് ആയിട്ട് ചോദിക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഒരുപാട് സമയം കളയുന്നില്ല. ആദ്യമേ തന്നെ ഇന്റർവ്യൂവിന് മുൻപ് നമ്മൾ എന്താ ചെയ്യേണ്ടത്, ബിഫോർ ദ ഇന്റർവ്യൂ. ഒന്നാമത്തെ കാര്യം, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നിങ്ങളുടെ കയ്യിൽ ഒരു അടിപൊളി റെസ്യൂമെ വേണം. നിങ്ങൾ ആരാണ് എന്ന് കൃത്യമായി പറയുന്ന ഒരു നല്ല റെസ്യൂമെ. അതിൽ ഈ ചില ആളുകൾ ചെയ്യുന്ന പോലെ ChatGPT കോപ്പി പേസ്റ്റ് ചെയ്ത് ടു വർക്ക് ഇൻ ആൻ എൻവയോൺമെന്റ് വേർ ഐ ക്യാൻ എക്സൽ എന്നുള്ള സാധനം ഒന്നും കൊടുക്കരുത്. വളരെ ബേസിക് ഫണ്ടമെന്റൽ ഇൻഫർമേഷൻ മതി. നിങ്ങളുടെ പേര്, നിങ്ങളുടെ അഡ്രസ്സ്, നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യത, വർക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ആ വർക്ക് എക്സ്പീരിയൻസ്. ഇത് കൂടാതെ നിങ്ങളെ പറ്റിയിട്ടുള്ള ഒരു റിലവൻറ്റ് ഇൻഫർമേഷൻ, ദാറ്റ് ഷാൽ ബി യുവർ ഹുക്ക് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെപ്പറ്റി ഒരു ചോദ്യം നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അതായത് ഇപ്പോൾ നിങ്ങൾ ഫുട്ബോൾ ഭയങ്കരമായിട്ട് കളിക്കുന്ന ഒരാളാണ്, ഓക്കെ, അപ്പോൾ ഞാൻ എന്നെ പറ്റിയുള്ള ഇൻ്റർവ്യൂവിൽ ഈ ഫുട്ബോൾ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു യുണീക്ക് സാധനം കൊടുക്കും. അതിനെപ്പറ്റി ഞാൻ ചോദ്യം എക്സ്പെക്ട് ചെയ്യും. ആ ചോദ്യത്തിൽ എനിക്ക് സംസാരിക്കാൻ പറ്റും, എനിക്ക് അവരെ ഇംപ്രസ് ചെയ്യിക്കാൻ സാധിക്കും. ഇത് IBയുടെ ജോലി ആയതുകൊണ്ട് നിങ്ങൾക്ക് ആ ഒരു മേഖലയിൽ വായിക്കുകയോ മറ്റു കാര്യങ്ങളോ ഇന്റർനാഷണൽ അഫയേഴ്സിലോ നാഷണൽ അഫയേഴ്സിലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് എന്തെങ്കിലും ഒരു സാധനം കൊടുക്കാം. അതല്ലെങ്കിൽ നിങ്ങൾ ഏറ്റവും കോൺഫിഡൻ്റ് ആയിട്ടുള്ള നല്ല ചോദ്യം എക്സ്പെക്ട് ചെയ്യുന്ന നിങ്ങളുടെ ഹുക്ക് പോയിന്റ് എന്താണോ അത് മെൻഷൻ ചെയ്യാം. ഈ റെസ്യൂമെ എന്ന് പറയുന്നത് ഒരു ചില്ലറ കാര്യമായിട്ട് എടുക്കരുത്. ഞാൻ ചോദിച്ച എല്ലാ കുട്ടികളും പറയുന്നത് ഇതിനകത്തുള്ള ഓരോ പോയിന്റിലും നമുക്ക് ചോദ്യം വരാം. നമ്മുടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനിൽ നമുക്ക് വളരെ ബേസിക് ആയിട്ടുള്ള ചോദ്യം വരാം. വർക്ക് എക്സ്പീരിയൻസിൽ നിന്ന് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ഓക്കെ, ക്ലിയർ ആണോ? വർക്ക് എക്സ്പീരിയൻസ് ഇല്ലെങ്കിൽ അത് ഓർത്ത് ടെൻഷൻ ആവണ്ട, മെൻഷൻ ചെയ്യേണ്ട. ഇല്ലാത്തത് കൊടുത്തിട്ട് പിടിക്കപ്പെടരുത്. ഓക്കെ, കേട്ടോ? അപ്പോൾ നല്ലൊരു റെസ്യൂമെ നിങ്ങൾക്ക് വേണം. അതാണ് വളരെ ബേസിക് ഇൻഫർമേഷൻ മാത്രമുള്ള നല്ലൊരു റെസ്യൂമെ. 2, ബിഫോർ ദ ഇന്റർവ്യൂ നമ്മുടെ ഡ്രസ് കോഡ് സുഹൃത്തെ, വളരെ ഫോർമലായിട്ട് വേണം നിങ്ങൾ പോകാൻ. ഞാൻ വീണ്ടും 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 പറയട്ടെ, ഒരു ഷാബി ലുക്കിൽ പോകാനായിട്ട് നിൽക്കരുത്. കൂൾ അല്ലെങ്കിൽ ചിൽ വൈബ് അടുപ്പിക്കാനായിട്ട് നിൽക്കരുത്. അതല്ല IB ഡിമാൻഡ് ചെയ്യുന്നത്. ഇപ്പം മാത്രമല്ല, ജോലിക്ക് കയറിയതിന് ശേഷവും നിങ്ങളുടെ കംപ്ലീറ്റ് ഡ്രസ്സിങ് സ്റ്റൈല് ഫോർമലായിരിക്കണം. ഇപ്പോൾ നമ്മൾ ആൺകുട്ടികളുടെ കാര്യത്തിലേക്ക് വരാം. ഫോർമൽ അറ്റയർ. ഇപ്പോൾ ടൈ വേണം, കോട്ട് വേണം എന്നൊന്നും ഞാൻ പറയുന്നില്ല, എന്നാലും വളരെ ഫോർമലായിട്ട്. നിങ്ങൾക്കറിയാലോ, ഫോർമൽ ഡ്രസ്സ് എന്ന് പറയുമ്പോൾ ആ ഷർട്ട് പാൻറ്റിൽ അതിൻ്റെ കളറൊക്കെ ഉൾപ്പെടെ നിങ്ങൾക്കറിയാം. അപ്പോൾ അതിനനുസരിച്ച് പോവുക. 2, ചപ്പൽ ഇട്ടിട്ട് പോകരുത് കേട്ടോ. നിർബന്ധമായിട്ടും കാല് കവർ ചെയ്യുന്ന ഷൂ ഇടാനായിട്ട് ശ്രമിക്കുക. ഇപ്പോൾ ഞാൻ ഈ ആർമി, നേവി, എയർഫോഴ്സിലേക്കൊക്കെ ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട്. അവരുടെയൊക്കെ ഇൻ്റർവ്യൂവിന് പോകുന്ന സമയത്ത് അവർ പറയും കൃത്യമായിട്ട് വെള്ള ഷൂസ് ഇന്ന പ്രാക്ടീസിന് വേണ്ടി വേണം, ഇൻ്റർവ്യൂവിന് ഇന്ന കളർ ഷൂസ് വേണം. അപ്പോൾ പ്രിഫറബിളി ബ്ലാക്ക്, അതാണ് എന്നോട് പറഞ്ഞത് കേട്ടോ. പ്രിഫറബിളി ബ്ലാക്ക്, കാല് കവർ ചെയ്യുന്ന ഷൂ വേണം, ചപ്പലിട്ടിട്ട് പോകാനായിട്ട് നിൽക്കരുത്. ഓക്കെ. 3, നല്ല താടിയൊക്കെ വളർത്തുന്ന ആളുകളുണ്ടെങ്കിൽ ഇവിടം വരെ വളർത്തിയ താടിയൊക്കെ ആയിട്ട് പോകരുത്. പ്രോപ്പറായിട്ട് ട്രിം ചെയ്യണം. നിങ്ങളൊരു പ്രോപ്പർലി ഗ്രൂംഡ് ആയിരിക്കണം. പ്രോപ്പറായിട്ട് ട്രിം ചെയ്ത്, എന്നോട് ക്ലീൻ ഷേവ് ഒന്നും പറഞ്ഞില്ല. അപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് വൃത്തി ഉണ്ടാകണം, കാണുമ്പോൾ ബേ എന്ന് തോന്നരുതെന്നാണ്. ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും പൊളിറ്റിക്കൽ ഇൻകറക്റ്റ്നെസ് ഉണ്ടെങ്കിൽ തൽക്കാലത്തേക്ക് ക്ഷമിക്കുക. ഞാൻ നിങ്ങൾ കല്യാണത്തിന് പോകുന്ന കാര്യമല്ല പറയുന്നത്, ഒരു ഇൻ്റർവ്യൂവിന് പോകുന്ന കാര്യമാണ് പറയുന്നത്. അപ്പോൾ പ്രോപ്പർലി ട്രിം ചെയ്ത് വൃത്തിയായിട്ട് വേണം പോകാൻ ആൺകുട്ടികളിലേക്ക് വരുമ്പോൾ കേട്ടോ. ഓക്കെ. ഇനി ഇതേപോലെ പെൺകുട്ടികളിലേക്ക് വരുമ്പോഴത്തേക്കും സാരി ഉടുക്കുന്ന ആളുകളുണ്ട്. ഫോർമലായിട്ടുള്ള സാരി എന്ന് പറയുമ്പോൾ നമുക്ക് പല കളർ സാരി ഉണ്ട്. ഫോർമലായിട്ടുള്ള സാരികളുണ്ടല്ലോ. നിങ്ങൾ ഇൻ്റർവ്യൂവിനൊക്കെ പോകുന്ന ആളുകൾ, UPSC ഇൻ്റർവ്യൂവിനൊക്കെ പോകുന്ന കുട്ടികൾ കൊടുക്കുന്ന സാരി കണ്ടിട്ടുണ്ട്. ഒരു ഫോർമൽ ലുക്ക് കൊടുക്കാനായിട്ടുണ്ട്. അല്ലെങ്കിൽ ഫോർമൽ ചുരിദാറുകളുണ്ട് കേട്ടോ, അതും ഉപയോഗിക്കാം. നിങ്ങളും എന്ത് ചെയ്യണം, കാല് കവർ ചെയ്യുന്ന ഷൂസ് ഇട്ടാൽ നന്നായിരിക്കും. പ്രിഫറബിളി അതാണ് പ്രിഫർ ചെയ്യുന്നത്. മുടി അഴിച്ചിടരുത് എന്നോട് എടുത്തു പറഞ്ഞു എൻ്റെ കൂട്ടുകാരി. മുടി നിർബന്ധമായിട്ടും കെട്ടിവെച്ചിരിക്കണം. അതിപ്പോൾ മാത്രമല്ല, ജോലിക്ക് കയറിക്കേണ്ടത് അങ്ങനെയാണ്. സോ ടൈ യുവർ ഹെയർ നീറ്റ്ലി. അതാണ് എനിക്ക് പെൺകുട്ടികളോട് പറയാനുള്ളത്.
അപ്പോൾ ആൺകുട്ടികൾ ട്രിം ചെയ്ത് പ്രോപ്പറായിട്ട് പോവുക, പെൺകുട്ടികൾ മുടി നല്ലപോലെ വൃത്തിക്ക് കെട്ടി വയ്ക്കുക, ഫോമലായിട്ടുള്ള ഡ്രസ്സ് ധരിക്കുക, രണ്ടുപേരും ഷൂസ് ധരിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ബിഫോർ ദ ഇൻ്റർവ്യൂ. മൂന്നാമത്തെ കാര്യം, ജനറൽ ഇൻസ്ട്രക്ഷൻസ്. അപ്പോൾ നമ്മൾ നല്ലൊരു റെസ്യൂമെ തയ്യാറാക്കി നല്ല ഡ്രസ് കോഡിൽ നമ്മൾ എത്തുകയാണ്. എപ്പോൾ എത്തണം? 10 മണിക്ക് എത്താൻ പറഞ്ഞാൽ 9:58 എത്തരുത്. ചേട്ടാ വൈകിപ്പോയി എന്ന് പറയരുത്. എത്താൻ പറയുന്നതിന് അരമണിക്കൂർ മുന്നെങ്കിലും നിങ്ങൾ എത്തണം. ഓക്കെ, ഇതൊക്കെ ജനറലായിട്ട് ഏതൊരു ഇൻ്റർവ്യൂവിനും വേണ്ട കാര്യം. താൻ പറഞ്ഞതിൻ്റെ കാര്യമുണ്ടോ ഞങ്ങൾക്കറിയാം എന്ന് തോന്നാം. എന്നാലും ഇൻ്റർവ്യൂവിന് 10 മണിക്ക് എത്താൻ പറഞ്ഞാൽ 10:05 എത്തുന്ന ആളുകൾ നമ്മുടെ ഇടയിലുണ്ട്. IBയുടെ ഇൻ്റർവ്യൂവിന് നിങ്ങൾ അത് ചെയ്യരുത്. ഓക്കെ, അതെന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത് എന്നുള്ള അവിടെ എത്തിക്കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. അത്രത്തോളം സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ സ്പേസ് ആണ്. എനിക്ക് SA പരീക്ഷയുടെ ഒരു ഇൻ്റർവ്യൂ എക്സ്പീരിയൻസ് ഇല്ല, IB ACAയുടെ ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. പക്ഷേ SA പരീക്ഷ എഴുതിയ കുട്ടികളോട് ചോദിച്ചപ്പോൾ സെയിം ലെവൽ ഓഫ് ഒരു എന്താണ് ട്രീറ്റ്മെൻ്റ് ആണ് രണ്ടുപേർക്കും ഉള്ളത്. അത്രയും സ്ട്രിക്റ്റ് ആണ്. അപ്പോൾ 30 മിനിറ്റ് മുന്നേ എങ്കിലും നിങ്ങൾ ആ പറയുന്ന സെൻറ്ററിലേക്ക് എത്തണം. ഓക്കെ. 2, ക്യാരി ഓൾ നെസസറി ഡോക്യുമെൻറ്റ്സ്. ഞാൻ ഇതുവരെ പോയിട്ടുള്ള എല്ലാ ഇൻ്റർവ്യൂവിലും, അത് ഞാൻ ഈ പറഞ്ഞ പോലെ ഡിഫൻസ് റിലേറ്റഡ് ആകട്ടെ, അല്ലെങ്കിൽ ക്യാമ്പസ് റിലേറ്റഡ് ഇൻ്റർവ്യൂസ് ആകട്ടെ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെയുള്ള ജോലി സംബന്ധമായിട്ടുള്ള ഇൻ്റർവ്യൂസ് ആകട്ടെ, എല്ലായിടത്തും ഡോക്യുമെൻറ്റ്സ് കൃത്യമായിട്ട് എത്തിക്കാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. പലപ്പോഴും ഞാൻ അതിൽ മിസ്റ്റേക്കും വരുത്താറുണ്ട്. പലപ്പോഴും PWSൻ്റെ സർട്ടിഫിക്കറ്റിൽ മിസ്റ്റേക്ക് വരുത്തുന്ന ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനിൽ മിസ്റ്റേക്ക് വരുന്ന ആളുകളെ കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ആധാർ വേണമെന്ന് പറയും പക്ഷേ ഫോട്ടോസ്റ്റാറ്റ് മാത്രം കൊണ്ടുവരുന്ന ആളുകൾ കണ്ടിട്ടുണ്ട്. വീണ്ടും പറയട്ടെ, ഇത് IB ഇൻ്റർവ്യൂ ആണ്. ആവശ്യമുള്ള ഡോക്യുമെൻറ്റ്സ് 10 തവണ ക്രോസ് ചെക്ക് ചെയ്തോളൂ. ആ ഡോക്യുമെൻറ്റ്സ് നിങ്ങളുടെ കയ്യിലില്ലാതെ പോകരുത്. ഡോക്യുമെൻറ്റ്സ് നിങ്ങളുടെ കയ്യിൽ വേണം. അടുത്തത്, IB ഇൻ്റർവ്യൂവിന് ഏറ്റവും കൂടുതൽ പ്രശ്നം എന്താണെന്ന് അറിയോ? 10 മണിക്ക് റിപ്പോർട്ട് ചെയ്തു. SA പരീക്ഷയ്ക്ക് ഒരുപാട് പേര് ഇൻ്റർവ്യൂവിന് ക്വാളിഫൈ ആയിട്ടുണ്ട്, SA എന്ന് പറയുന്ന ജോബിലേക്ക്. അപ്പം നമുക്കറിയാം ഒരുപാട് പേര് ഇൻ്റർവ്യൂ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ നമ്മൾ 10 മണിക്ക് എത്തിയാൽ ചിലപ്പോൾ 2 മണിക്കായിരിക്കും നമുക്ക്. എൻ്റെ സുഹൃത്തിന് ആൾ പറഞ്ഞത് ഉച്ചയ്ക്ക് പോയിരിക്കാൻ തുടങ്ങിയതാണ്, വൈകിട്ട് വളരെ വൈകിട്ടാണ് ഇൻ്റർവ്യൂ വന്നത്. കഷ്ടി 10 മിനിറ്റേ ഇൻ്റർവ്യൂ ഉണ്ടായുള്ളൂ. പക്ഷേ ആളിപ്പോൾ IB ACAയിൽ ജോലി ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ ഈ ഉച്ചയ്ക്ക് ചെന്നിട്ട് വൈകിട്ട് വരെ നമുക്കൊരു 15 മിനിറ്റ് നമ്മുടെ ഉള്ളിലെ ഫ്രോഡൊക്കെ മാറ്റി നിർത്തി ഒരാളെ പറ്റിക്കാൻ പറ്റും. ആ വൈകിട്ട് വരെ പ്രൊഫഷണലായിട്ട് ഇരിക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ്. വീണ്ടും പറയട്ടെ, ഞാൻ ചില്ല് യോയോ ഡ്യൂഡാണ് എന്ന് കാണിക്കാനായിട്ട് നിൽക്കരുത്. മെയിൻറ്റെയിൻ പ്രോപ്പർ ബിഹേവിയർ, മെയിൻറ്റെയിൻ യുവർ ഡിസിപ്ലിൻ അൺടിൽ യുവർ ടേൺ ഫോർ ദ ഇൻ്റർവ്യൂ. നിങ്ങളെ വിളിക്കുന്നത് വരെ, അതിനകത്ത് നിങ്ങൾ പ്രൊഫഷണലായിരിക്കും, അതുവരെ ചിലപ്പോൾ നിങ്ങൾ നോക്കുന്ന ആളുകളുണ്ടാകും. നിങ്ങളുടെ ബിഹേവിയർ, നിങ്ങളിട്ടിട്ട് പോകുന്ന ഡ്രസ്സ് മുതൽ, ഇരിക്കുന്ന രീതി മുതൽ, സംസാരിക്കുന്ന കാര്യം മുതൽ പ്രൊഫഷണലായിട്ട് ബിഹേവ് ചെയ്യുക. ഒച്ചപ്പാടും ബഹളമുണ്ടാക്കിയിട്ട്. വീണ്ടും പറയുകയാണ്, ഞാൻ ഭയങ്കര വൈബാണ് ഈ പിന്നെ ജെയിംസ് ബോണ്ട് പോലെയുള്ള സിനിമകളൊക്കെ കണ്ടിട്ട് അങ്ങനത്തെ ആളുകളെ ആയിരിക്കും എടുക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് മണ്ടത്തരം കാണിക്കാൻ നിൽക്കരുത്. പ്രൊഫഷണലായിട്ട് ഇരിക്കാനായിട്ട് നോക്കുക. ഇവിടെയാണ് നമ്മൾ ഏറ്റവും പ്രാക്ടീസ് ചെയ്യേണ്ടത്. കാരണം നമ്മൾ ആരാണെന്നുള്ള സാധനം ഒരു മണിക്കൂർ കഴിയുമ്പോൾ വെളിയിലേക്ക് വരും. നിങ്ങൾക്ക് ആദ്യമല്ല ഒരു 1, 2, 3 മണിക്കൂർ കഴിഞ്ഞാണ് കിട്ടുന്നതെങ്കിൽ അതുവരെയും ഈ ഉള്ളിലെ ഫ്രാഡുകളെ അടക്കി പിടിച്ച് നിർത്തുക. ഓക്കെ, അപ്പോൾ ഇതാണ് ഇൻ്റർവ്യൂവിന് മുൻപുള്ള പ്രിപ്പറേഷൻ. ഇൻ്റർവ്യൂവിന് കയറി നിങ്ങളുടെ മുന്നിൽ നിങ്ങൾക്ക് അതിമനോഹരമായൊരു പാനൽ കാണാൻ സാധിക്കും. ACIOയ്ക്കും SAയുടെയും ഇൻ്റർവ്യൂവിന് യൂഷ്വലി 4-5 പേരുള്ള പാനലാണ്. യൂഷ്വലി 5 പേരാണ്. വെൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള 5 പേരെ കാണാൻ സാധിക്കും. IB ഉദ്യോഗസ്ഥരെ കാണാൻ സാധിക്കും. മിക്കവാറും എല്ലാ പാനലിലും നമുക്കൊരു IPS ഓഫീസറെ കാണാൻ സാധിക്കും. ഓക്കെ, അപ്പം നമ്മുടെ മുന്നിലിരിക്കുന്ന ആളുകൾ ഈ മേഖലയിൽ നല്ല അറിവുള്ളവരാണെന്ന് വിചാരിക്കണം. ഈ മേഖലയിൽ നല്ല അറിവുള്ള എക്സ്പീരിയൻസ് ഉള്ള ആളുകളാണെന്ന് വിചാരിക്കണം. അല്ലാതെ അവിടെ നിന്ന് പോകുന്ന ആളുകളെ പിടിച്ചിട്ട് ഒരു ഇൻ്റർവ്യൂ പാനൽ സെറ്റാക്കിയിട്ട് ഇൻ്റർവ്യൂ നടത്തുന്ന ഏർപ്പാടല്ല ഇത്, കേട്ടോ. ഇൻ്റർവ്യൂ യൂഷ്വലി ലാസ്റ്റ് ഫോർ 10 to 15 മിനിറ്റ്സ്. 10 മുതൽ 15 മിനിറ്റ് വരെ. 15 മിനിറ്റൊക്കെ മാക്സിമം ആണെന്ന് എന്നോട് പറഞ്ഞു. 5 മിനിറ്റുള്ള ഇൻ്റർവ്യൂസും ഞാൻ ചോദിച്ച ചില കുട്ടികൾക്ക് ഉണ്ടായിട്ടുണ്ട്. 5 മിനിറ്റ്. 10 മിനിറ്റെങ്കിലും നിങ്ങളെ പിടിച്ചെടുക്കാനായിട്ട് നിങ്ങൾക്ക് കഴിയണമെന്നാണ് ഞാൻ പറയുന്നത്. ഓരോ ഇൻ്റർവ്യൂവിനും, ഇപ്പോൾ ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുള്ള ഇൻ്റർവ്യൂസിലൊക്കെ ഞാൻ ഉറപ്പ് വരുത്തിയിട്ടുള്ള കാര്യം, മിനിമം 10 മിനിറ്റെങ്കിലും അവർ എന്നോട് സംസാരിക്കണം. അതിനുള്ള ഹുക്ക് പോയിന്റ്സ് ഞാൻ എൻ്റെ റെസ്യൂമേൽ കൊടുക്കും, അല്ലെങ്കിൽ എന്നോടുള്ള സംസാരത്തിൽ അതിനുള്ള ഒരു പോയിന്റുകൾ ഞാൻ ഇട്ട് കൊടുത്തുകൊണ്ടിരിക്കും. അത് എൻ്റെ ഭയങ്കരമായിട്ടുള്ള കഴിവെന്നല്ല, കുറേ ഇൻ്റർവ്യൂവിന് പോയിട്ട് തോറ്റൊരു അനുഭവത്തിൽ ഞാൻ പറയുകയാണ്, നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് അവർ നമ്മളോട് സംസാരിക്കുമ്പോൾ ഈ ആൾ കൊള്ളാലോ എന്ന് തോന്നിപ്പിക്കില്ല. അതിന് നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ട് വേണം. അങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കാനുള്ള സാധനം നമ്മുടെ റെസ്യൂമേൽ വേണം. ഓക്കെ, എന്തൊക്കെ ചോദ്യങ്ങൾ ചോദിക്കാം എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. സോ ഇത് 15 മിനിറ്റ് ആകുന്നുണ്ടോ? ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ യുവർ പെർഫോമൻസ്. അതുപോലെ നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ്. ഒരുപാട് കാൻഡിഡേറ്റ്സ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് തീർക്കാനായിട്ട് ശ്രമിക്കും. ആ പെട്ടെന്ന് തീർക്കാൻ ശ്രമിക്കുന്നതിൽ നിങ്ങൾ കുറച്ചുകൂടെ എഫോർട്ട് ഇടുക. ഒരു ഉദാഹരണം ഞാൻ പറയാം. 2015 CETയിൽ ക്യാമ്പസ് പ്ലേസ്മെൻറ്റ് നടക്കുകയാണ് റോയൽ എൻഫീൽഡിലേക്കുള്ള. ഞങ്ങളുടെ ക്യാമ്പസിൽ നിന്ന് 5 പേർക്കോ മറ്റോ കിട്ടിയത്.
ആദ്യത്തെ കുറേ പേരുടെ ഇൻ്റർവ്യൂ കഴിഞ്ഞ് രാത്രിയിലാണ് കേട്ടോ, അന്ന് എൻ്റെ ഒരു പിറന്നാൾ ദിവസം കൂടിയായിരുന്നു. രാത്രിയിലാണ് ഇൻ്റർവ്യൂ. 14-ലാണ് ജോലി കിട്ടിയത്, 15-ൽ ഞങ്ങൾ കയറി. ഇൻ്റർവ്യൂ എപ്പോഴോ തുടങ്ങി, രാത്രി വരെയായി. എൻ്റെ ടേൺ എത്തി. എന്നോട് കഷ്ടി 2 മിനിറ്റാണ് സംസാരിച്ചത്. അന്ന് ഈ പറഞ്ഞ പോലെ മുറി ഇംഗ്ലീഷാണ്, എന്നോട് കൂടുതലൊന്നും ചോദിക്കുന്നില്ല. പേരൊക്കെ ചോദിച്ചു, വിശേഷം ചോദിക്കുന്ന ശരിമാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, സാർ ഐ എം എ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻറ്റ്, പ്ലീസ് ആസ്ക് സം കോർ റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് എന്ന് മുറിയൻ ഇംഗ്ലീഷിൽ പറഞ്ഞു. അപ്പോൾ അവർ ഓൻ കൊള്ളാം. എന്നിട്ട് എന്നോട് പറഞ്ഞു, മോനെ ഒരു IC എഞ്ചിൻ്റെ പ്രവർത്തനം പറഞ്ഞു തരൂ, അതൊന്ന് ഡിസ്ക്രൈബ് ചെയ്യുന്നു. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ എന്താ ഇങ്ങനെ വരച്ചിട്ട് പിസ്റ്റണൊക്കെ വരച്ചിട്ട് എങ്ങനെയാണ് IC എഞ്ചിൻ മൂവ് ചെയ്യുന്നതെന്ന് പറഞ്ഞത്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അത് പറയുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു പ്രൗഡ് മൊമെൻ്റ് ആണ്. കാരണം ആ ജോലി ഞാൻ മേടിച്ചെടുത്താണ്, എനിക്ക് കിട്ടേണ്ട ഒരു ജോലിയല്ല അത്. അവർ എന്നോട് പറഞ്ഞു, എന്താണെന്നറിയോ, ഞങ്ങൾ പലരോടും ചോദിച്ചു, ഞങ്ങൾക്ക് സാറ്റിസ്ഫൈഡ് ആയിട്ടൊരു ഉത്തരം കിട്ടിയില്ല, അതുകൊണ്ടാണ് ടെക്നിക്കൽ ചോദിക്കുന്നത് നിർത്തിയത്. ഞാൻ പറഞ്ഞു, ഇല്ല സാർ, എനിക്കൊരു ബേസിക് ഇൻഫർമേഷൻ ഉണ്ട്. സത്യം പറഞ്ഞാൽ എനിക്ക് IC എഞ്ചിന് അപ്പുറത്തേക്ക് കാര്യമായിട്ടൊന്നും മെക്കാനിക്കൽ അറിഞ്ഞുകൂടാന്നുള്ളതാണ് സത്യം. ആ ജോലി എനിക്ക് കിട്ടി. ഓൾ ഇന്ത്യയിൽ 30 പേരോളം 30-31 പേരെ സെലക്ട് ചെയ്ത്, അതിലൊരാൾ ഞാനായിരുന്നു. ഞങ്ങളുടെ ക്യാമ്പസിൽ 5 പേരിലൊരാൾ ഞാനായിരുന്നു. ആ ഇൻ്റർവ്യൂ എനിക്ക് കിട്ടാൻ കാരണം ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് ഞാൻ അങ്ങോട്ട് ചോദിച്ച ഒരു ചോദ്യമാണ്. ക്ലിയർ ആണോ? അതുപോലെ എന്ന് കരുതി എല്ലാത്തിനും അങ്ങോട്ട് ചോദ്യം ചോദിക്കുക എന്നല്ല, ആവശ്യമുള്ളിടത്ത് സാഹചര്യം മനസ്സിലാക്കി ചോദ്യം ചോദിക്കുക. ഓക്കെ, അപ്പോൾ പാനലിന്റെ മുമ്പിൽ നമ്മൾ ഇരിക്കുകയാണല്ലോ, 5 പേരുണ്ട്. വാട്ട് ആർ ദ എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസ്? മനസ്സിലാക്കുക, ചോദ്യങ്ങൾ ഇതുവരെ ചോദിച്ചിട്ടുള്ള എല്ലാം ടു ടെസ്റ്റ് യുവർ അനലിറ്റിക്കൽ എബിലിറ്റി റാദർ ദാൻ മിയർ ഫാക്ച്വൽ നോളജ്. ആരാണ് ഉഗാണ്ടയുടെ പ്രസിഡന്റ്? പറ അങ്ങനെയുള്ള ചോദ്യങ്ങളല്ല ചോദിക്കുന്നത്. ചിന്തിക്കാനുള്ള നിങ്ങളുടെ ശേഷിയെ, അതിനെയാണ് അവർ ടെസ്റ്റ് ചെയ്യുന്നത്. എന്തൊക്കെ ചോദ്യങ്ങൾ ചോദിക്കാം? ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത് എബൌട്ട് യുവർ സെൽഫ്. കാലാകാലങ്ങളായിട്ട് നമ്മുടെ കൂടെ നമ്മളുണ്ടെങ്കിലും നമുക്ക് ബുദ്ധനും ശങ്കരനും തേടി അതേ ചോദ്യം, ആരാകുന്നു നീ? അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഇന്റർവ്യൂവിന് ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ പതറരുത്. നമ്മളെപ്പറ്റി കൃത്യമായിട്ട് ഫണ്ടമെന്റൽസ് പറയണം, നമ്മുടെ വിദ്യാഭ്യാസ യോഗ്യത പറയാം. ഓക്കെ, അല്ലാതെ ഒരു ചെറിയൊരു ഗ്രാമത്തിൽ ജനിച്ച് കഷ്ടപ്പെട്ട് വളർന്നു ഞാൻ അതൊന്നും വേണ്ട. ഓക്കെ, ആ അനാവശ്യമായിട്ടുള്ള എലമെന്റ്സ് മാറ്റി വെച്ചോളൂ. പ്രൊഫഷണലായിട്ട് നിങ്ങളെപ്പറ്റി പറയുക, എവിടെ ജനിച്ചു, എവിടെ നിന്ന് വരുന്നു, എന്താണ് എഡ്യൂക്കേഷൻ ബാക്ക്ഗ്രൗണ്ട്, ഇപ്പോൾ എന്ത് ചെയ്യുന്നു, എന്താണ് നിങ്ങളുടെ വർക്ക് എക്സ്പീരിയൻസ് എന്ന് ചോദ്യം വന്നിട്ടുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ, എൻ്റെ ഈ ഫ്രണ്ട് M.Tech കഴിഞ്ഞ ആളാണ്. ആളുടെ M.Tech പ്രൊജക്റ്റിനെ പറ്റി ചോദ്യം ചോദിച്ചു. ആള് നമ്മളെ പലരെയും പോലെ ആസ്വദിച്ച് പ്രൊജക്റ്റ് ചെയ്ത ആളാണ്. അതുകൊണ്ട് ആൾക്ക് നല്ലപോലെ ഉത്തരം കൊടുക്കാൻ പറ്റി, ആൾക്ക് ജോലിയിലേക്ക് പറ്റി. ഓക്കെ, വർക്ക് എക്സ്പീരിയൻസിൽ നമ്മളോട് ചോദിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് സ്ട്രെസ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ്. നമ്മളിൽ പലരും ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നം എന്താണ്? കൃത്യമായിട്ടൊരു വർക്ക് എക്സ്പീരിയൻസ് ഇല്ല, അല്ലേ? കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് പ്രിപ്പയർ ചെയ്യണം. ഇപ്പോൾ UPSC ഒക്കെ ചോദിക്കാം, ഇതൊരു വേസ്റ്റ് അല്ലേ? ഈ പ്രായത്തിലുള്ള ഞങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഞങ്ങൾ എന്താ ചെയ്യുക? ഇത്രയും കാലം നിങ്ങൾ വേസ്റ്റ് ആക്കില്ലേ? വാട്ട് വാസ് യുവർ കോൺട്രിബ്യൂഷൻ ടു ദ ഇന്ത്യൻ എക്കോണമി എന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ ടെൻഷൻ ആവും. അങ്ങനെ നമ്മളെ ടെൻസ്ഡാക്കി, നമ്മളെ പ്രഷറിലാക്കി, ആ ഒരു സമയത്ത് നമ്മുടെ ഇമോഷണൽ റെസീലിയൻസിനെ ടെസ്റ്റ് ചെയ്യുന്ന ചില ചോദ്യങ്ങൾ അവർ ചോദിക്കുന്നുണ്ട്. അതായത് ഇറ്റ് ഈസ് ജസ്റ്റ് ടു ടെസ്റ്റ് യുവർ ഇമോഷണൽ റെസീലിയൻസ്. IB ഒരു ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥയ്ക്ക് ഏറ്റവും കൂടുതൽ വേണ്ടതും അവസാനമല്ലേ? പ്രഷർ വരുമ്പോഴത്തേക്കും ചേട്ടാ ഞാൻ IB ഉദ്യോഗസ്ഥനാണ്, എന്നൊന്നും ചെയ്തതെന്ന് പറഞ്ഞാൽ പോയില്ലേ, അല്ലെ? ഒരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാനായിട്ട്. അതല്ല ഈ യൂണിഫോം പോസ്റ്റുകൾക്ക് എല്ലാം വേണ്ടത്. സിറ്റുവേഷണൽ അവയർനെസ് എന്ന് പറയുന്ന സാധനമല്ലേ? കൃത്യമായിട്ട് സാഹചര്യത്തിനനുസരിച്ച് ചിന്തിക്കാനും ഇമോഷനെ കൺട്രോൾ ചെയ്യാനും സാധിക്കണം. അപ്പോൾ നിങ്ങൾ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന ഒരു ഉത്തരം കണ്ടുപിടിക്കുക. അവരെ സാറ്റിസ്ഫൈ ചെയ്യിക്കാൻ പറ്റുമെന്നുള്ള ഉത്തരം കണ്ടുപിടിക്കുക. എന്നോട് ചോദിക്കാം, ഞാൻ എന്താ പറയേണ്ടത്? എനിക്ക് അറിഞ്ഞുകൂടാ. ഓരോരുത്തരുടെയും സാഹചര്യം വേറെയാണ്. എൻ്റെ സാഹചര്യം വേറെയായിരുന്നു, നിങ്ങളുടെ സാഹചര്യം വേറെയാണ്. സാഹചര്യത്തിനനുസരിച്ച് എന്താണോ പറയാൻ സാധിക്കുന്നത് അത് കണ്ടുപിടിക്കുക, അത് പറയുക. ഞാൻ ഈ IBSA ജോലിക്ക് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു, ഇതാണ് എൻ്റെ ലക്ഷ്യം എന്ന് പറയരുത്. അത് നുണയാണെന്ന് നിങ്ങൾക്കും അറിയാം, അവർക്കും അറിയാം. UPSC ഇൻ്റർവ്യൂവിനത് പറയാം, UPSC ഈസ് മൈ അൾട്ടിമേറ്റ് എയിം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. കാരണം വർഷങ്ങളായിട്ട് അതിന് പ്രിപ്പയർ ചെയ്യുന്ന ആളുകളുണ്ട്. പക്ഷെ വർഷങ്ങളായിട്ട് IBSAക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരല്ല നിങ്ങൾ. അപ്പോൾ അതുകൊണ്ട് അത് കോപ്പി അടിക്കരുത്, കേട്ടോ? ഓക്കെ, വേറെ എന്തൊക്കെ ചോദ്യങ്ങൾ എക്സ്പെക്ട് ചെയ്യാം? ഇന്ത്യയുടെ ഇന്റേണൽ സെക്യൂരിറ്റി അഫയേഴ്സിൽ നിന്നും ചോദ്യങ്ങൾ കേട്ടിട്ടുണ്ട്. അതിലൊരു ചോദ്യം പോലും നിങ്ങൾ മിസ്സാവില്ല. കാരണം നമ്മുടെ ഫോഴ്സസിനെ പറ്റി, ഇന്ത്യയുടെ ഇന്റേണൽ സെക്യൂരിറ്റിയുടെ ഫണ്ടമെന്റൽസിനെ പറ്റി, IB എന്നൊരു സ്ഥാപനത്തിനെ പറ്റി, ഇന്ത്യൻ ഇന്റേണൽ സെക്യൂരിറ്റി ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ ചലഞ്ചസ്, മിലിറ്റൻസി, ടെററിസം, ലെഫ്റ്റ് വിങ് എക്സ്ട്രീമിസം അല്ലെങ്കിൽ നക്സലിസം, നോർത്ത് ഈസ്റ്റ് ഇൻസർജൻസി, ഓൾറെഡി ഞാൻ ആവശ്യത്തിൽ കൂടുതൽ കണ്ടന്റുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ 4 വീഡിയോസും കണ്ടിട്ട് വേണം, നിർബന്ധമായിട്ടും നിങ്ങൾ കാണണം. അതിലെൻ്റെ ഒരുപാട് ഹാർഡ് വർക്ക് ഉണ്ട്. അത് കണ്ടിട്ടുള്ള നിങ്ങൾക്ക് അതിൻ്റേതായിട്ടുള്ള ഗുണം കിട്ടുമെന്നുള്ള ആത്മാർത്ഥമായിട്ടുള്ള ഒരു കോൺഫിഡൻസ് കൂടെ എനിക്കുണ്ട്. അപ്പോൾ അതുകൂടെ കണ്ടിട്ട് വേണം പോകാൻ. ഓക്കെ, ഇന്ത്യയുടെ ഇന്റേണൽ സെക്യൂരിറ്റി അടുത്തത് എന്ത് എക്സ്പെക്ട് ചെയ്യാം? അപ്പോൾ എല്ലാവർക്കും ഇതിൽ ഓരോ ചോദ്യങ്ങളും വരുമെന്നല്ല പറഞ്ഞു, ഇത് ഏതെങ്കിലുമൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് വരുന്നത്. ഓക്കെ, അടുത്താണ് സുഹൃത്തെ കറണ്ട് അഫയേഴ്സ്.
കറണ്ട് അഫയേഴ്സ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. റീസെൻ്റ് ആയിട്ട് നടന്ന നാഷണൽ ഇന്റർനാഷണൽ ഇഷ്യൂസിൽ നിങ്ങൾക്ക് ഒരു ധാരണ ഉണ്ടായിരിക്കണം. എഴുതി വെച്ചോ, ഇപ്രാവശ്യം ഇറാനെ പറ്റി ചോദിക്കും. ഉറപ്പാണ്, 100%. കുറുപ്പിന്റെ ഉറപ്പെന്നൊക്കെ പറയില്ലേ, അതാണ് 100% ഇറാനെ പറ്റി ചോദിക്കും. കാരണം എന്താണെന്നറിയോ, കഴിഞ്ഞ തവണത്തെ ഇന്റർവ്യൂവിന് ഈ പറഞ്ഞ ആളുകളോട് റഷ്യ യുക്രൈനെ പറ്റി ചോദിച്ചിട്ടുണ്ട്. വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ യുക്രൈൻ, സിമ്പിൾ ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. അതിനെപ്പറ്റി നിങ്ങൾക്ക് അറിയോ? വാട്ട് വാസ് ഇന്ത്യ സ്റ്റാൻഡ്, ഇന്ത്യ എന്ത് സ്റ്റാൻഡ് എടുത്തേ? വൈ ഇന്ത്യ എന്തുകൊണ്ടാണ് റഷ്യയെ ക്രിട്ടിസൈസ് ചെയ്യാത്തത്? നിങ്ങളുടെ വായിൽ നിന്ന് വീണം. ബിക്കോസ് റഷ്യ ഈസ് ഇന്ത്യാസ് ഓൾ വെദർ അലൈ, ഓൾ ടൈം അലൈ. കാറ്റത്തും മഴയത്തും മഞ്ഞത്തും നമ്മുടെ കൂടെ നിന്നുള്ളതാണ് റഷ്യ. ആ സാധനം നിങ്ങളുടെ കയ്യിലേക്ക് വരണം. യുക്രൈനും റഷ്യയും തമ്മിലുള്ള ലാൻഡ് ബൗണ്ടറി വരണം. ക്രിമിയ എന്നൊരു പ്രശ്നം വരണം. ബ്ലാക്ക് സീ വരണം. എനിക്ക് ഇഷ്ടമുള്ളൊരു ഏരിയ അത്. അതുകൊണ്ട് ഞാൻ കൂടുതൽ പോയിന്റുകൾ പറഞ്ഞത്. ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടം ഉണ്ടാവില്ല, ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നിങ്ങൾക്ക് ജോലി വേണ്ടേ, ശമ്പളം വേണ്ടേ, അപ്പോൾ പോയിന്റുകൾ നോട്ട് ചെയ്തുകൊള്ളുക. ഓക്കെ. ഇന്ത്യ നേപ്പാൾ ഇഷ്യൂയെ പറ്റി ചോദിച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മുടെ നോർത്ത് ഈസ്റ്റ് ഇൻസർജൻസി വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇന്ത്യയും നേപ്പാളും തമ്മിൽ അത്ര നല്ല ബന്ധമല്ല. കാരണം ഒരു മാപ്പ് വരച്ചപ്പോൾ കാലാപാനി എന്ന് പറയുന്ന പ്രദേശം, ആൻഡമാൻ ആൻഡ് നിക്കോബാറിലെ കാലാപാനി ജയിലല്ല കേട്ടോ, നമ്മുടെ ഉത്തരാഖണ്ഡിനോട് ചേർന്ന് നിൽക്കുന്ന കാലാപാനി പ്രദേശം, അത് ഞങ്ങളുടെയാണ് കേട്ടോ എന്ന് നേപ്പാൾ പറഞ്ഞു. സൗകര്യമില്ല എന്ന് നമ്മൾ പറഞ്ഞു. ആ പ്രശ്നം വാർത്തയിൽ വന്നിരുന്നു. ഓക്കെ, ആ പ്രശ്നത്തെ പറ്റി ചോദിച്ചിട്ടുണ്ട്. യൂറോപ്പിലെ പ്രശ്നത്തിന്റെ സമയത്ത് യുക്രൈനിലേക്ക് ഇത്രയും പ്രശ്നം വരാൻ കാരണം എന്താ? യുക്രൈനെ പോലുള്ള രാജ്യങ്ങൾ നാറ്റോയിലേക്ക് കയറാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. സ്കാൻഡിനേവിയയിലെ ചില രാജ്യങ്ങൾ ഇപ്പോൾ നാറ്റോയിൽ ഈ അടുത്ത് മെമ്പറായി. എന്താണ് നാറ്റോ എന്ന് അവർ ചോദിച്ചു. വാട്ട് ഈസ് നാറ്റോ? നാറ്റോയുടെ ഹെഡ്ക്വാർട്ടേഴ്സ്, നാറ്റോയുടെ പ്രവർത്തന രീതി എന്താ? ഈസ് നാറ്റോ റിലവൻറ്റ് ടുഡേ? നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. വെറുതെ ചോദിക്കില്ല, വെറുതെ ആഫ്രിക്കൻ യൂണിയനെ പറ്റി ചോദിച്ചിട്ടില്ല. നാറ്റോ അത്രയും വാർത്തയിലുണ്ടായിരുന്നു. വീണ്ടും പറയട്ടെ, മറ്റൊരു ചോദ്യം വന്നത് ഇന്ത്യ കാനഡ റിലേഷനിലാണ്. കാരണം ആ ഒരു സമയത്ത് ഖലിസ്ഥാനികൾ കാര്യമായിട്ട് കാനഡയിൽ വളർന്നു വരുന്നുണ്ട്. ഇന്ത്യ ഒരാളെ അസാസിനേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു, അത് പ്രശ്നമായി, ഇന്ത്യയുടെ ഒരു ഏജന്റ് പിടിക്കപ്പെട്ടു, അങ്ങനെ കുറേ ചർച്ചകൾ വന്നിരുന്നു. അപ്പോൾ മനസ്സിലാക്കുക, നാഷണൽ ആൻഡ് ഇന്റർനാഷണൽ ഇഷ്യൂസ് റിലേറ്റിംഗ് ടു ഇന്ത്യ സെക്യൂരിറ്റി, ഗ്ലോബൽ സെക്യൂരിറ്റി, ഇതൊരു ഹൈലൈറ്റ് ആണ്. ഓക്കെ, കറണ്ട് അഫയേഴ്സിൽ കൃത്യമായൊരു ധാരണ ഉണ്ടാകണം. അപ്പോൾ ഈ വർഷം ചോദിക്കാൻ വേണ്ടി പോകുന്ന ഒരു 10 ചോദ്യങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നു. ഒന്ന് ഇറാൻ നമ്മൾ പറഞ്ഞു, ബാക്കി എന്തൊക്കെയാണ് അത് നമുക്ക് നോക്കാട്ടോ. ഓക്കെ, അത് നമുക്ക് നോക്കാം. ഈ ഉത്തരങ്ങൾ പറയുമ്പോൾ നെവർ എവർ ടേക്ക് പൊളിറ്റിക്കൽ സൈഡ്സ്. ഇപ്പോൾ ഭരിക്കുന്നത് BJP ആണ്, അതുകൊണ്ട് കുറച്ച് BJPയെ പൊക്കിയടിച്ചേക്കാം. ഫാക്ച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറയാമെന്നല്ലാതെ നിങ്ങൾക്ക് പൊളിറ്റിക്സ് ഉണ്ടാവും. നിങ്ങൾ ഇടതുപക്ഷമോ വലതുപക്ഷമോ നടുക്കത്തെ പക്ഷമോ മുകളിലത്തെ പക്ഷമോ ഒക്കെ ആയിരിക്കാം. പക്ഷെ നിങ്ങളുടെ പൊളിറ്റിക്സ് നിങ്ങളിവിടെ പറയരുത്. നിങ്ങളൊരു ഗവൺമെൻറ് എംപ്ലോയി ആണ്, വളരെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് പ്രവർത്തിക്കാൻ വേണ്ടി പോകുന്ന ഒരു സ്ഥാപനത്തിലേക്കാണ് നിങ്ങൾ പോകുന്നത്. ഏത് പാർട്ടിക്കാരൻ തെറ്റ് ചെയ്ത് കഴിഞ്ഞാലും IB എന്ന് പറയുന്ന ഏജൻസി ഇന്ത്യയുടെ ഇന്റേണൽ സെക്യൂരിറ്റി ബാധിക്കുന്നുണ്ടെങ്കിൽ അവർക്കെതിരെ പ്രവർത്തിക്കുന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ അതുകൊണ്ട് ഡു നോട്ട് ടേക്ക്, നെവർ എവർ ടേക്ക് പൊളിറ്റിക്കൽ സൈഡ്സ്. ഫാക്റ്റുകൾ ഉണ്ടെങ്കിൽ മാത്രം പറയുക. ഇപ്പോൾ ലുക്കീസ്റ്റ് പോളിസിയെ പറ്റി സംസാരിക്കുമ്പോൾ ഈശ്വര, നമ്മൾ PV നരസിംഹറാവിനെ പറ്റി പറഞ്ഞാൽ അത് കോൺഗ്രസിന്റെ സൈഡാവുമല്ലോ. ആക്ടിവിസ്റ്റ് പോളിസി നരേന്ദ്രമോദിയെ പറ്റി പറഞ്ഞാൽ BJP സൈഡാവുമല്ലോ. അങ്ങനെയല്ല ഞാൻ പറയുന്നത്. അനാവശ്യമായിട്ടുള്ള പൊളിറ്റിക്കൽ സൈഡ്, അനാവശ്യമായിട്ടുള്ള പൊളിറ്റിക്കൽ ക്രിറ്റിസിസംസ് നിങ്ങൾ ഒഴിവാക്കുക. ഓക്കെ, മറ്റൊരു ചോദ്യം എക്സ്പെക്ട് ചെയ്യാവുന്നത്, ചില കുട്ടികൾക്ക് കിട്ടുന്നത് ഓപ്പൺ ന്യൂസ് പേപ്പർ ഡിസ്കഷനാണ്. കയറി ചെന്ന് നിങ്ങളെ പറ്റിയൊക്കെ പറഞ്ഞു, എല്ലാവരെയൊക്കെ നോക്കി കംഫർട്ടബിൾ ആക്കിയതിന് ശേഷം ഈ കുട്ടി പറഞ്ഞു, ആ കുട്ടി പാനിക്കായിരുന്നു, ആദ്യത്തെ ഇന്റർവ്യൂ ആയിരുന്നു, പാനിക്കായിട്ട് കയറിയത്. അതുകൊണ്ട് ആ കുട്ടിയെ മാക്സിമം കംഫർട്ടബിൾ ആക്കി എൻ്റെ പത്രം തുറന്നു വെച്ച് മുന്നോട്ട് വെച്ച് കൊടുത്തു, മോളെ ഈ വാർത്തയെ പറ്റി എന്താ പറയാനുള്ളത്? അതായത് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, എന്ത് സംഭവിച്ചാലും, ലോകം കീഴ്മേൽ മറിഞ്ഞാലും, മേക്ക് ഇറ്റ് എ പോയിന്റ് ടു റീഡ് ദ ന്യൂസ് പേപ്പർ ഓൺ ദ ഡേ ഓഫ് ദ ഇന്റർവ്യൂ. ഇന്റർവ്യൂവിന്റെ ദിവസം ആ ദിവസത്തെ പത്രം നിർബന്ധമായിട്ടും വായിച്ചിട്ട് വേണം പോകാൻ. അരിച്ചു പേർക്കണം. ഇന്റേണൽ സെക്യൂരിറ്റി റിലേറ്റഡ്, എക്സ്റ്റേണൽ സെക്യൂരിറ്റി റിലേറ്റഡ് ചോദ്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ, ഇന്റർവ്യൂവിന് പൊട്ടൻഷ്യലുള്ള ചോദ്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അത് വായിച്ചിട്ട് വേണം പോകാൻ. ഉറപ്പായിട്ടും അത് വായിച്ചിട്ട് വേണം പോകാൻ. എങ്ങനെയാണ് അത് വായിക്കേണ്ടത്, എന്തൊക്കെ ചോദിക്കാം, ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നില്ലേ? ഇത്രയും കാര്യങ്ങൾ ഇല്ലേ? പറ്റുന്നത്ര സമയം കണ്ടെത്തി ഞാൻ നിങ്ങൾക്ക് ഇത്രയും കണ്ടന്റ് പറഞ്ഞു തന്നു. ഇനി എനിക്ക് നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഒരു ഹാർഡ് വർക്ക് വേണം. എന്താണ്? ഹോട്ട് ടോപ്പിക്സ് ഹോംവർക്കാണ്. നമ്മുടെ ഈ ടെലഗ്രാം ഗ്രൂപ്പിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യുക. 1. 2, ഈ വീഡിയോയുടെ താഴെ കമൻ്റായിട്ട് ഈ പരീക്ഷയ്ക്ക് ചോദിക്കാൻ ചാൻസ് ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്ന ഹോട്ട് ടോപ്പിക്സ് കമൻ്റായിട്ട് പറയുക. 1, 2, 3, 4. ഇന്ത്യ ഇറാൻ ഇഷ്യൂ 1. മിഡിൽ ഈസ്റ്റിലെ പൊളിറ്റിക്കൽ ക്രൈസിസ്, അതെങ്ങനെയാണ് ഇന്ത്യയെ ബാധിക്കുന്നത്, ഇന്ത്യയുടെ സ്റ്റാൻഡ് എന്താണ്, ഇസ്രായേൽ പലസ്തീൻ ഇഷ്യൂ, മണിപ്പൂർ ഇഷ്യൂ, ഇതൊക്കെ ചില ഇഷ്യൂസാണ്.
നേപ്പാളിലുണ്ടായ ജെൻസി പ്രൊട്ടസ്റ്റ് അതെങ്ങനെ ഇന്ത്യയെ ബാധിക്കാം, ശ്രീലങ്കയിൽ ഉണ്ടായിട്ടുള്ള പ്രൊട്ടസ്റ്റ്, ബംഗ്ലാദേശിലെ ഭരണമാറ്റം അതെങ്ങനെയാണ് നമ്മളെ ബാധിക്കാനായിട്ട് പോകുന്നത്, അതുൾപ്പെടെ ഇന്ത്യക്കകത്ത് ഇന്റേണൽ ആയിട്ടുള്ള എക്സ്റ്റേണൽ ആയിട്ടുള്ള കുറേ പോയിന്റുകൾ ഞാൻ പറഞ്ഞു. നിങ്ങൾക്ക് തോന്നുന്ന പോയിന്റുകൾ പറയുക. ഓരോ പോയിന്റിലും മിനിമം ഒരു 50 വേർഡ്സ് ഉള്ള കണ്ടന്റ് ഞാൻ നിങ്ങൾക്ക് തരാം. ഓക്കെ, നമുക്ക് ഈ ഗ്രൂപ്പിൽ ഡിസ്കഷൻ വയ്ക്കാം. അപ്പം ഞാൻ നമ്മുടെ ഗ്രൂപ്പിൽ ഈ വീഡിയോ ചെയ്യണമെന്ന് വെച്ചപ്പോഴത്തേക്കും ചെയ്യണം എന്ന് പറഞ്ഞ് കുറേ പേരുണ്ട്. അതായത് വോട്ട് ചെയ്തതിൽ ഒരു 97%, രാവിലെ നോക്കിയപ്പോൾ 97% ചെയ്യണമെന്ന് തന്നെയാണ് പറഞ്ഞത്. അപ്പോൾ ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ ഭാഗത്ത് നിന്ന് എനിക്ക് എഫോർട്ട് കാണാൻ സാധിക്കണം. ഏകദേശം ഒരു 200ഓളം കുട്ടികൾ അതിൽ വോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏകദേശം അത്രത്തോളം പേര് ഇൻ്റർവ്യൂവിലേക്ക് പോകുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇല്ല, അതിൻ്റെ 50% പോകുന്നുള്ളൂ. 100 പേരാണെങ്കിലും ഇങ്ങനെ ടോപ്പിക്ക് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മിനിമം നമുക്കൊരു 50 ടോപ്പിക്ക് കിട്ടും. അതിന് പുറത്തേക്ക് പോവില്ല. ഓരോ ടോപ്പിക്കിലും നമുക്ക് നമ്മുടെ ഗ്രൂപ്പിൽ ഡിസ്കഷൻസ് വയ്ക്കാം. ക്ലിയർ ആണോ? ക്ലിയർ ആണ് എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, പലരുടെയും ആദ്യത്തെ ഇൻ്റർവ്യൂ ആയിരിക്കും. ടെൻഷൻ ആവരുത്, നല്ലപോലെ പോയി കൊടുക്കണം. ഇൻ്റർവ്യൂ എന്ന് പറയുന്നത് അതിമനോഹരമായിട്ടുള്ള എക്സ്പീരിയൻസ് ആണ്. നല്ല പ്രിപ്പയർഡ് ആയിട്ട് പോയി കൊടുക്കണം. നല്ലപോലെ ഡ്രസ്സ് ചെയ്ത് കോൺഫിഡൻ്റ് ആയിട്ട് പ്രിപ്പയർ ചെയ്ത് പോവുക. ജോലി നിങ്ങൾക്ക് കിട്ടട്ടെ കേട്ടോ. ഓൾ ദ ബെസ്റ്റ്. ജോലി കിട്ടിയതിന് ശേഷം ഈ ഒരു ചാനലോ ഈ ക്ലാസ്സുകളോ നിങ്ങളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും അത് ഇതിൻ്റെ താഴെ വന്നിട്ട് പറയുക, കിട്ടി എന്ന് പറയുക. പിന്നെ എനിക്ക് എന്താ മേടിച്ചു തരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എല്ലാവരോടും പറയുന്നൊരു കാര്യമാണ്, എന്തെങ്കിലും ഒരു ബുക്ക്, ഇഷ്ടമുള്ള ബുക്ക് നിങ്ങൾക്ക് മേടിച്ചു തരാം. അത് വീട്ടിലിരിക്കുന്ന ബാലരമ ഡൈജസ്റ്റ് ആയി കഴിഞ്ഞാലും കുഴപ്പമില്ല. ഓക്കെ, യെസ്. അപ്പോൾ ഇത്രേ പറയാനുള്ളൂ. ഞാൻ വളരെ കോൺഫിഡൻ്റ് ആണ്, നിങ്ങളും കോൺഫിഡൻ്റ് ആണെന്ന് വിചാരിക്കുന്നു. അടിപൊളിയായിട്ട് പോയി ഇൻ്റർവ്യൂ എടുക്കുക, ജോലിയിലേക്ക് എത്തുക. മറ്റൊരു സെഷനിൽ വീണ്ടും കാണാം. ബൈ.